നമ്മളുടെ സ്പെഷ്യൽ കസ്റ്റമർ പിന്നെ നമുക്ക് ചെറിയൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ 2 കസ്റ്റമർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. ദെൻ നമ്മൾക്കിന്ന് 3 ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മൾക്കൊരു പുതിയതായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒട്ടുമിക്ക കസ്റ്റമറും അങ്ങനെയാണെങ്കിൽ കൂടെ തന്നെ ഇത് കുറച്ചുകൂടി സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് മെർമെയ്ഡ്, അത് ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിൻ്റ് ഏതൊക്കെ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞ് തന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കുറച്ച് തോനെ വേണം പ്രിൻ്റ്. അപ്പം അവർ ആദ്യം അയച്ചു തന്നത് ഒരു 2 ടയർ കേക്കായിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ടൊരു ടോൾ കേക്കിൽ സെറ്റാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്ലേവർ വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. 1 kg ടോളാക്കി ചെയ്തതാണ് കേട്ടോ. ദെൻ നമ്മൾ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതൊന്ന് ആ ഒരു ഷേപ്പിലാക്കി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് നമ്മളതിൽ സെറ്റാക്കി വെച്ചു. ദെൻ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക, അതിൽ കുറേ പ്രിൻറ്റ് വെച്ച പോലൊരു ഫീല് തോന്നി. അങ്ങനെ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല, സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മൾ സെറ്റാക്കിയെടുത്തു. ഇത് പ്രിൻ്റ് മാത്രം വെച്ചപ്പോൾ ഒരു ഗുമ്മ് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്തു, പൊടിച്ചെടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ആ ഒരു ബോട്ടം പോർഷനിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ മുകളിലും അതേപോലെ തന്നെ ഒന്നുമില്ലാണ്ട് നിൽക്കുമ്പം ഒരു സുഖം തോന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ മുകളിലും കുറച്ച് സെറ്റാക്കി കൊടുത്തു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം അവർക്കും ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. കറക്റ്റായി ഒരു മണലിൻ്റെ അതേ ഒരു കളറും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ എനിക്കും തോന്നി. അങ്ങനെ അവരും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ കുറച്ച് ബീഡ്സും കൂടെ അതിൽ വെച്ച് കേക്കിൻ്റെ ലുക്ക് ഫൈനലാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റീവും എല്ലാം പോട്ടെ. പിന്നുള്ളത് ഈ ഒരു കേക്കാണ്. ഇത് 1 kg ചോക്ലേറ്റ് കേക്കായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ഒരു ഒരു നല്ലൊരു ഡിസൈൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിക്കാറ്റ് നമ്മൾ പീസാക്കിയിട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് സ്ട്രോബെറീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ചൊരു ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തോട്ടെ എന്നുള്ളതിൽ ചെറിയൊരു ലീഫിൻ്റെ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴെയും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ബോട്ടം അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തു. ദെൻ നമ്മൾ ഒരു ടോപ്പറും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലുക്കും ഫൈനൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു കസ്റ്റമർ അങ്ങനെ ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിമ്പിളായിരിക്കണം, കുറച്ച് എലഗൻറ്റും ആയിരിക്കണം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഓർഡർ തന്നത് ഞാൻ മുന്നേ പറഞ്ഞൊരു ഫോട്ടോഗ്രാഫി അല്ല, ഇത് വേറൊരു ഫോട്ടോഗ്രാഫി ടീമായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു ഈ കസ്റ്റമർക്ക് കളറ് തീരും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സ്പൈഡർമാന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രോബെറി അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്പൈഡറിൻ്റെതും സ്പൈഡർമാനും കൂടെ ഉള്ളത് സെറ്റാക്കി പ്രിൻ്റ്. പിന്നെ കുറച്ച് സ്ട്രോബെറീസും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കേക്ക് വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. 1 kg ടോളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടെ വേണമെന്ന് തോന്നി. അങ്ങനെ ജസ്റ്റ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലുക്കും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പം ആ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ്, ഏതാ ഇഷ്ടമായെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പാക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പാക്കിങ് ചെറിയ ഈ ടോപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കാൻ പറ്റിയ ടൈപ്പ് കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ, അത് കാരണം നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പം ഞാനതെടുത്ത് പുറത്താണ് കേട്ടോ വെക്കാറ്.
എന്നിട്ട് അവരോടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്ന ടൈമിലൊന്ന് എടുത്ത് അതിൽ മുകളിലായിട്ട് ഇൻസേർട്ട് ചെയ്യാനാണ് പറയാറ്. അങ്ങനെ നമ്മൾ അത് ഒന്ന് അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ദെൻ നെക്സ്റ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു, അതും അവർക്ക് കൊടുത്തു. ഇനി നമുക്ക് മെർമെയ്ഡിനെ പെട്ടിക്കകത്തേക്ക് ആക്കണം. അത് നമ്മൾ നോർമൽ പെട്ടിക്കകത്തല്ല ആക്കുന്നത്, കുറച്ചൊന്ന് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബോക്സാണ് എടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ രണ്ടിൻ്റെയും ക്ലോസിങ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ജസ്റ്റ് ഹാഫ് ബോക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു മാറ്റി വെച്ചു. ദെൻ ആ ബോക്സ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കേക്കിനെ എടുത്ത് വെക്കുന്നത്. ആ ഒരു ഫസ്റ്റ് ബോക്സിലേക്ക് കേക്കിനെ ഉള്ളോട്ട് വെച്ചു. ദെൻ അത് ജസ്റ്റ് ക്ലോസ് ചെയ്തെടുത്തു. ദെൻ അതിൻ്റെ നമുക്കൊരു ഹൈറ്റ് വേണമല്ലോ, അതിന് നമ്മൾ കട്ട് ചെയ്ത 2 പോർഷൻ ഉണ്ടല്ലോ, അത് രണ്ടും വെച്ചിട്ട് നമ്മൾ സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുത്തു, ബാക്കിലായിട്ടും മുന്നിലായിട്ടും. അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ മറ്റേ ബോക്സിൻ്റെ ഹാഫ് പോർഷൻ അതിൽ ചെയ്യുന്നത്. പിന്നെ ഹോളൊക്കെ ഉള്ള ആ ഒരു പാർട്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പെട്ടി കേട്ടോ. ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഈ ബോക്സസൊക്കെ അത്യാവശ്യം കെയറോടെ യൂസ് ചെയ്യണം, അല്ലാതെ നമുക്ക് സാധാ പോലെ മുകൾ ഭാഗം മാത്രം പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അങ്ങനെ അവർ ഓട്ടോ വിളിച്ചായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തു. ദെൻ സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.